പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1200 ധനുമാസം 19-ാം തീയതി, അതായത് 2025 ജനുവരി 3-ാം തീയതിയത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ജനുവരി 3-ാം തീയതി ശുക്രവാരമാകുന്നു, വെള്ളിയാഴ്ചയാകുന്നു. ശുക്രൻ ശുഭത്വത്തെ നൽകുന്ന ഗ്രഹമാകുന്നു. ജ്യോതിഷത്തിൽ ശുഭഗ്രഹമാണ് ശുക്രനും വ്യാഴവും ബുധനും. ആ ശുക്രനെ പ്രതിനിധാനം ചെയ്യുന്ന ദിവസമാകുന്നു വെള്ളിയാഴ്ച. നാളത്തെ നക്ഷത്രം അവിട്ടം നക്ഷത്രമാകുന്നു. എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു അവിട്ടം നക്ഷത്രം. സൂര്യോദയം കാലത്ത് 6:46, അസ്തമയം വൈകിട്ട് 6:11 നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു. നാളെ ശുഭദിനമാണ്, ശുഭനക്ഷത്രമാണ്. പക്ഷേ തിഥി അത്ര ഗുണമല്ല. ചതുർത്ഥി ഒരു രിക്താതിഥിയാകുന്നു, ഒഴിഞ്ഞ തിഥിയാകുന്നു. ഒഴിഞ്ഞ തിഥി എന്നാൽ തിഥി സൂചിപ്പിക്കുന്നത് സമ്പത്തിനെയാണ്. അതിൽ ഒഴിഞ്ഞ തിഥികളാകുന്നു ചതുർത്ഥി, അതേ രീതിയിൽ നവമി 9-ാമത്തെ ദിനം, അപ്രകാരം തന്നെ ചതുർദശി 14-ാമത്തെ ദിനവും. അതിനാൽ സാമ്പത്തികമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്ക് നാളത്തെ ദിനം അത്ര ശോഭനമല്ല. മറ്റെല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് വെള്ളിയാഴ്ച വാങ്ങാനും കൊടുക്കുവാനും ഒക്കെ നല്ലതാണ്. നക്ഷത്രവും അവിട്ടം നക്ഷത്രമാണ്. ഭൂമിപരമായ വിഷയങ്ങൾക്ക് ചർച്ചയൊക്കെ ആകാം. നാളത്തെ ദിനത്തിൽ വെള്ളിയാഴ്ച ഗർഭിണികൾ, സ്ത്രീകൾ, നാൽക്കാലികൾ ഇവർ സഞ്ചരിക്കാറില്ല. അതിനാൽ മേൽപ്പറഞ്ഞ വ്യക്തികളോ നാൽക്കാലികളോ വെള്ളിയാഴ്ചത്തെ യാത്ര ഒഴിവാക്കുന്നത് നല്ലതാണ്. വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും ഈ 3 പേർക്കും യാത്ര നിഷിദ്ധമായ ദിനങ്ങളാകുന്നു. നാളത്തെ ശുഭകാര്യങ്ങൾക്കായി കാലത്ത് 8:46 മുതൽ 10:30 വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വീകരിക്കാവുന്നതാണ്. നാളെ അവിട്ടം നക്ഷത്രമാണ്, വെള്ളിയാഴ്ചയാണ്. ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി കടുംപായസം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ശത്രുസംഹാര കുരുതി ചെയ്യാം. ദേഹമുട്ട്, ശത്രുമുട്ട്, കർമ്മമുട്ട് ചെയ്ത് ദേവീപ്രീതി വരുത്തുക. അവിട്ടവും വെള്ളിയാഴ്ചയും ഭദ്രകാളിക്ക് വിശേഷപ്പെട്ട ദിനമാണ്, നക്ഷത്രമാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.